Module number 1.11.01. Topic name ICT and Internet. ഹലോ സുഹൃത്തുക്കളെ, ICT ആൻഡ് ഇൻ്റർനെറ്റ് എന്ന മോഡ്യൂളിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. നാം ആദ്യ ഭാഗത്തിൽ പഠിച്ചതിൻ്റെ ഒരു സംക്ഷിപ്ത റീക്യാപ്പ് എടുത്ത് നോക്കാം. നമ്പർ 1 ഇൻ്റർനെറ്റ്, നമ്പർ 2 ഇമെയിൽ ആപ്ലിക്കേഷൻ, നമ്പർ 3 ലേണിംഗ്, നമ്പർ 4 ഡിജിറ്റൽ സ്കിൽസ് ആപ്പ്, നമ്പർ 5 LMS ടൂൾസ്, നമ്പർ 6 ഭാരത് സ്കിൽസ് വെബ്സൈറ്റ്സ്. ഇവിടെ രണ്ടാമത്തെ ഭാഗത്തിൽ താഴെ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. നമ്പർ 1 പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻസിന് തയ്യാറെടുക്കുന്നു. നമ്പർ 2 ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ വിശദീകരിക്കുക. നമ്പർ 3 ഡിസ്റ്റൻസ് ലേണിങ്ങിൻ്റെ പരിചയം. നമ്പർ 4 ഓൺലൈൻ ക്ലാസ്സസ്. നമ്പർ 5 വീഡിയോ കോൺഫറൻസിങ്. ഇപ്പോൾ നാം ആദ്യ വിഷയത്തിലേക്ക് കടക്കാം. ഒരു ഫലപ്രദമായ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ സൃഷ്ടിക്കാൻ ജാഗ്രതയുള്ള പ്ലാനിങ്ങും വ്യക്തമായ ആശയവിനിമയവും ആവശ്യമാണ്. നമ്പർ 1 നിങ്ങളുടെ ഉദ്ദേശവും പ്രേക്ഷകരെയും നിർവചിക്കുക. ഉദ്ദേശവും ലക്ഷ്യവും പ്രേക്ഷകരുടെയും വ്യക്തമായി മനസ്സിലാക്കാൻ നിങ്ങളുടെ ഉള്ളടക്കവും ശൈലിയും സഹായിക്കും. നിങ്ങളുടെ ഉള്ളടക്കം പ്ലാൻ ചെയ്യുക. മുഴുവൻ പ്രസൻറ്റേഷനും വളരെ വ്യക്തമായ ഘടനയിൽ ഓർഗനൈസ് ചെയ്യപ്പെടണം. ഇതിൽ അടങ്ങിയിരിക്കേണ്ടതായ കാര്യങ്ങൾ: എ ഒരു തുടക്കം അല്ലെങ്കിൽ ആമുഖം. ബി മീഡിയയിൽ പ്രധാന ഉള്ളടക്കം, കൂടാതെ സി അവസാന ഭാഗം. ഒരു ഔട്ട്ലൈൻ സൃഷ്ടിക്കുക. നിങ്ങൾ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന മുഖ്യ വിഷയങ്ങളെയോ വ്യക്തമാക്കുന്ന ഒരു ലളിതമായ ഔട്ട്ലൈൻ സൃഷ്ടിക്കേണ്ടത് ആവശ്യമാണ്. ഇത് നിങ്ങൾക്കും പഠിതാക്കൾക്കും വിഷയത്തെ കൂടുതൽ മനസ്സിലാക്കുവാൻ സഹായിക്കും. നിങ്ങളുടെ സ്ലൈഡുകൾ ഡിസൈൻ ചെയ്യുക. നിങ്ങളുടെ സ്ലൈഡുകൾക്ക് പ്രൊഫഷണൽ സുസ്ഥിരമായ ഒരു ഡിസൈൻ തീം തിരഞ്ഞെടുക്കണം. വായിക്കുവാൻ എളുപ്പമുള്ള ഫോണ്ടുകൾ ഉപയോഗിക്കുക. ഫോണ്ട് സൈസുകൾ സുസ്ഥിരമായി വയ്ക്കുക. ഓരോ സ്ലൈഡിലും ടെക്സ്റ്റ് പരിമിതപ്പെടുത്തുക. വ്യക്തതയ്ക്കായി ബുള്ളറ്റുകൾ ഉപയോഗിക്കുക. മനസ്സിലാക്കൽ മെച്ചപ്പെടുത്തുവാൻ അനുയോജ്യമായ വിഷ്വൽസ് അല്ലെങ്കിൽ ചിത്രങ്ങൾ, ചാർട്ടുകൾ, ഗ്രാഫുകൾ എന്നിവ ഉൾപ്പെടുത്തുക. 4 സംക്ഷിപ്തമായി സൂക്ഷിക്കുക. സ്ലൈഡുകളിൽ കൂടുതൽ വിവരങ്ങൾ കൊണ്ട് അടിച്ചമർത്തുന്നത് ഒഴിവാക്കുക. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം എഴുതുക. സങ്കീർണമായ ആശയങ്ങൾ ലളിതമാക്കുവാൻ വിഷ്വൽസും ഡയഗ്രമുകളും ഉപയോഗിക്കുക. പ്രാക്ടീസ് ചെയ്യുക, റിഹേഴ്സൽ നടത്തുക. ഉള്ളടക്കത്തോടും സമയത്തോടും ഏറെ പരിചിതമാകുവാൻ നിങ്ങളുടെ പ്രസൻറ്റേഷൻ പലതവണ പ്രാക്ടീസ് ചെയ്യുക. പ്രസൻറ്റേഷൻ വ്യക്തവും ആകർഷകവുമുള്ളത് ആക്കുവാൻ റിഹേഴ്സൽ നടത്തേണ്ടത് ആവശ്യമാണ്. സ്വയം അധിക ഉള്ളടക്കം, ഉദാഹരണം അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തലുകൾ നൽകുവാൻ സ്പീക്കർ നോട്ടുകൾ ഉൾപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. ഈ നോട്ടുകൾ പ്രസൻറ്റേഷനിൽ മുഖ്യമായ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുവാൻ നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ പ്രേക്ഷകരെ പങ്കെടുപ്പിക്കുക. നിങ്ങളുടെ പ്രേക്ഷകരെ സജീവമാക്കുവാൻ പ്രസൻറ്റേഷനിൽ ചോദ്യങ്ങളും ആശയവിനിമയവും പ്രോത്സാഹിപ്പിക്കുക. പ്രൂഫ് റീഡ് ചെയ്യുക, പരീക്ഷിക്കുക. നിങ്ങളുടെ പ്രസൻറ്റേഷനിൽ അക്ഷരദോഷങ്ങളും വ്യാകരണ പിശകുകളും പരിശോധിക്കുക. യഥാർത്ഥ പ്രസൻറ്റേഷൻ നടത്തുവാനായി നിങ്ങൾ ഉപയോഗിക്കുന്ന ഉപകരണത്തിൽ നിങ്ങളുടെ സ്ലൈഡുകൾ പരീക്ഷിക്കുക. അതിൻ്റെ പൊരുത്തം ഉറപ്പാക്കുവാൻ ചെയ്യേണ്ടതാണ്. ആത്മവിശ്വാസത്തോടെ പ്രദാനം ചെയ്യുക. കണ്ണുകളിൽ കൂടി കണ്ടുകൊണ്ട് സംസാരിക്കുക. വ്യക്തമായി സംസാരിക്കുക. നിങ്ങളുടെ പ്രേക്ഷകരെ പ്രസൻറ്റേഷനിൽ സജീവമാക്കുക. ചോദ്യങ്ങൾക്ക് മറുപടി നൽകുവാനും ആശയവിവരം നൽകുവാനും തയ്യാറായിരിക്കുക. സുഹൃത്തുക്കളെ, നാം ഇപ്പോൾ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് പഠിക്കുകയാണ്. ഈ സെക്ഷനിൽ ഉൾക്കൊള്ളുന്നത് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ബേസിക് പാർട്സ് എ കമ്പ്യൂട്ടർ, memory storage units, hardware,
നമുക്ക് സ്പർശിക്കുവാൻ കഴിയുന്ന കമ്പ്യൂട്ടറിൻ്റെ ഭൗതിക ഘടകങ്ങളെ ഹാർഡ്വെയർ എന്ന് വിളിക്കുന്നു. സോഫ്റ്റ്വെയർ. ഈ ഹാർഡ്വെയറിൻ്റെ ഭാഗങ്ങൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടർ പ്രവർത്തനക്ഷമമാക്കുന്ന പ്രോഗ്രാമുകളുടെ കൂട്ടമാണ് സോഫ്റ്റ്വെയർ. കമ്പ്യൂട്ടറിൻ്റെ അടിസ്ഥാന ഭാഗങ്ങൾ താഴെ പറയുന്നവയാണ്. നമ്പർ 1, ഇൻപുട്ട് യൂണിറ്റ്. കമ്പ്യൂട്ടറിൽ ഡേറ്റയും നിർദ്ദേശങ്ങളും നൽകുന്നതിനായി ഉപയോഗിക്കുന്ന കീബോർഡും മൗസും പോലുള്ള ഉപകരണങ്ങളെ ഇൻപുട്ട് യൂണിറ്റ് എന്ന് വിളിക്കുന്നു. നമ്പർ 2, ഔട്ട്പുട്ട് യൂണിറ്റ്. ഉപഭോക്താവിന് ആവശ്യമായ ഫോർമാറ്റിൽ വിവരം നൽകുന്നതിനായി ഉപയോഗിക്കുന്ന പ്രിൻ്ററും മോണിറ്ററും പോലുള്ളതായ ഉപകരണങ്ങളെ ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് വിളിക്കുന്നു. നമ്പർ 3, കൺട്രോൾ യൂണിറ്റ്. ഈ യൂണിറ്റ് കമ്പ്യൂട്ടറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നു. കമ്പ്യൂട്ടറിൻ്റെ എല്ലാ ഉപകരണങ്ങളും ഭാഗങ്ങളും കൺട്രോൾ യൂണിറ്റ് വഴി ഇൻട്രാക്ട് ചെയ്യുന്നു. നമ്പർ 4, അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ്. ഈ യൂണിറ്റ് ഗണിത കർമ്മങ്ങളും അതുപോലെ അതിൻ്റെ പ്രവർത്തനങ്ങളും നടത്തുന്നു. നമ്പർ 5, മെമ്മറി യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റ്, അരിത്തമാറ്റിക് യൂണിറ്റ്, മെമ്മറി യൂണിറ്റ് എന്നിവയെ സംയുക്തമായി സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് വിളിക്കുന്നു. മെമ്മറി. കമ്പ്യൂട്ടർ മെമ്മറി എന്നത് പ്രോസസ്സിംഗ് നടത്തേണ്ട ഡാറ്റയും പ്രോസസ്സിങ്ങിനായി ആവശ്യമായ നിർദ്ദേശങ്ങളും സംഭരിക്കുന്ന കമ്പ്യൂട്ടറിലെ സ്റ്റോറേജ് സ്പേസ് ആണ്. മെമ്മറി സെല്ലുകൾ എന്നറിയപ്പെടുന്ന നിരവധി ചെറിയ ഭാഗങ്ങളായി ഇത് വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഓരോ ലൊക്കേഷനും സെല്ലിനും ഓരോ പ്രത്യേക വിലാസമുണ്ട്. മെമ്മറി പ്രധാനമായും 3 തരത്തിലുള്ളതാണ്. കേക്ക് മെമ്മറി, പ്രൈമറി മെമ്മറി, മെയിൻ മെമ്മറി, സെക്കൻഡറി മെമ്മറി, ഓക്സിലറി മെമ്മറി. കേക്ക് മെമ്മറി. കേക്ക് മെമ്മറി എന്നത് CPU-വിനെ വേഗത്തിലാക്കുവാൻ കഴിയുന്ന വളരെ ഉയർന്ന വേഗതയുള്ള സെമി കണ്ടക്ടർ മെമ്മറിയാണ്. ഇത് CPU-യും പ്രധാന മെമ്മറിയും തമ്മിലുള്ളതായ ഒരു ബഫറായി പ്രവർത്തിക്കുന്നു. CPU ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഡേറ്റയും പ്രോഗ്രാമിൻ്റെയും ഭാഗങ്ങൾ കൈവശം വയ്ക്കുവാൻ ഉപയോഗിക്കുന്നതാണ്. ഡാറ്റയുടെ ഭാഗങ്ങളും പ്രോഗ്രാമുകളും ഡിസ്കിൽ നിന്നും കേക്ക് മെമ്മറിയിലേക്ക് ഓപ്പറേറ്റർ സിസ്റ്റം ട്രാൻസ്ഫർ ചെയ്യുന്നു. അവിടുന്ന് CPU അതിനെ ആക്സസ് ചെയ്യുന്നു. പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ മെയിൻ മെമ്മറി. പ്രൈമറി മെമ്മറി കമ്പ്യൂട്ടർ നിലവിൽ പ്രവർത്തിക്കുന്ന ഡാറ്റയും നിർദ്ദേശങ്ങളും മാത്രം കൈവശം വയ്ക്കുന്നു. ഇതിന് പരിമിതമായ ശേഷിയുണ്ട്. പവർ ഓഫ് ചെയ്യുമ്പോൾ ഡാറ്റ നഷ്ടപ്പെടുന്നു. സാധാരണയായി ഇത് സെമി കണ്ടക്ടർ ഉപകരണത്തിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രോസസ്സിംഗ് നടത്തേണ്ട ഡാറ്റയും നിർദ്ദേശങ്ങളും പ്രധാന മെമ്മറിയിൽ നിലനിൽക്കുന്നു. ഇത് 2 ഉപവിഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു: റാം ആൻഡ് റോം. റാം, റാൻഡം ആക്സസ് മെമ്മറി എന്നത് ഡാറ്റ പ്രോഗ്രാം ഫലം സംഭരിക്കുന്ന CPU-വിൻ്റെ ഇൻ്റേണൽ മെമ്മറിയാണ്. ഇത് ഒരു റീഡ് റൈറ്റ് മെമ്മറിയാണ്. യന്ത്രം പ്രവർത്തിക്കുന്നവരെ ഡാറ്റ സംഭരിക്കുന്നു. യന്ത്രം ഓഫ് ആകുമ്പോൾ ഡാറ്റ മായുന്നു. റാം 2 തരത്തിലുള്ളതാണ്: സ്റ്റാറ്റിക് റാം SRAM, ഡൈനാമിക് റാം DRAM. സ്റ്റാറ്റിക് റാം SRAM. സ്റ്റാറ്റിക് റാം പവർ നൽകിയിരിക്കുന്നതുവരെ അതിൻ്റെ ഉള്ളടക്കം നിലനിർത്തുന്നു. എങ്കിലും പെരിഷബിളിംഗ് നേച്ചർ കാരണം പവർ മായുമ്പോൾ ഡാറ്റ നഷ്ടപ്പെടുന്നു. ഡൈനാമിക് റാം DRAM ഡാറ്റ നിലനിർത്താൻ തുടർച്ചയായി റീഫ്രഷ് ചെയ്യേണ്ടതാണ്. ഇത് ഡാറ്റ ഓരോ സെക്കൻഡിലും ആയിരക്കണക്കിന് തവണ പുനരാരംഭിക്കുന്ന റീഫ്രഷ് കമ്പ്യൂട്ടറിൽ മെമ്മറി സ്ഥാപിച്ച് നടത്തുന്നതാണ്. റോം എന്നത് റീഡ് ഓൺലി മെമ്മറി എന്നർത്ഥമുള്ളതാണ്. ഈ മെമ്മറിയിൽ നിന്ന് നമുക്ക് വായിക്കാൻ മാത്രമേ കഴിയുള്ളൂ, എഴുതുവാൻ കഴിയില്ല. ഇത്തരം മെമ്മറി നോൺ വോളറ്റൈലാണ്. നിർമ്മാണ സമയത്ത് ഈ മെമ്മറിയിൽ വിവരങ്ങൾ സ്ഥിരമായി സംഭരിക്കുന്നു. ഒരു കമ്പ്യൂട്ടർ ആരംഭിക്കുവാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ റോമിൽ സംഭരിക്കുന്നു. ഈ പ്രവർത്തനം ബൂസ്റ്റപ്പ് ആണ് അറിയപ്പെടുന്നത്. നമ്പർ 1, പ്രോം.
പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. പ്രോം ഒരു ഉപയോക്താവ് ഒരു തവണ മാത്രം മാറ്റം ചെയ്യാവുന്നതായ റീഡ് ഓൺലി മെമ്മറിയാണിത്. നമ്പർ 2 EEPROM എറേസബിൾ ആൻഡ് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. EEPROM ഒരു ഇലക്ട്രോണിക്സ് ഉപകരണം ഉപയോഗിച്ച് ഓരോന്നായി പ്രോഗ്രാം ചെയ്യപ്പെടുന്നു. അതിനുശേഷം EEPROMനെ ശക്തമായ അൾട്രാവയലറ്റ് പ്രകാശത്തിൽ എക്സ്പോസ് ചെയ്തുകൊണ്ട് ഡാറ്റ മായ്ക്കാൻ കഴിയുന്നതാണ്. നമ്പർ 3 EEPROM ഇലക്ട്രിക്കലി ഇറേസബിൾ ആൻഡ് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. EEPROM ഇലക്ട്രിക്കൽ ആയി പ്രോഗ്രാം ചെയ്യപ്പെടുകയും മായ്ക്കപ്പെടുകയും ചെയ്യുന്നു. ഇതിന് ഏകദേശം 10,000 തവണ മായ്ക്കുകയും വീണ്ടും പ്രോഗ്രാം ചെയ്യുകയും ചെയ്യാം. മായ്ക്കലും പ്രോഗ്രാമിങ്ങും 4 മുതൽ 10 മില്ലി സെക്കൻഡ് വരെ എടുക്കും. സെക്കൻഡറി മെമ്മറി, ആക്സിലറി മെമ്മറി. സെക്കൻഡറി മെമ്മറി പുറം മെമ്മറി അല്ലെങ്കിൽ നോൺ വോളറ്റൈൽ എന്നും അറിയപ്പെടുന്നു. ഇത് പ്രധാനമായും മെമ്മറിയേക്കാൾ നേരിയ വേഗതയുള്ളതാണ്. ഡാറ്റ അല്ലെങ്കിൽ വിവരം സ്ഥിരമായി സംഭരിക്കുന്നതിനാണ് ഇവ ഉപയോഗിക്കുന്നത്. CPU നേരിട്ട് ഈ മെമ്മറിയിൽ ആക്സസ് ചെയ്യുന്നില്ല. പകരം ഇൻപുട്ട്, ഔട്ട്പുട്ട് റൊട്ടീൻസ് മുഖേന ഇവ ആക്സസ് ചെയ്യുന്നു. സെക്കൻഡറി മെമ്മറികളുടെ ഉള്ളടക്കം ആദ്യം പ്രധാന മെമ്മറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനുശേഷം CPU അതിനെ ആക്സസ് ചെയ്യുന്നു. ഉദാഹരണത്തിന് ഡിസ്ക്, CD-ROM, DVD മുതലായവ. മെമ്മറി സ്റ്റോറേജ് യൂണിറ്റ്. മെമ്മറി യൂണിറ്റ് എന്നത് സ്റ്റോറേജ് യൂണിറ്റിൽ സംഭരിക്കാവുന്ന ഡാറ്റയുടെ അളവാണ്. ഈ സ്റ്റോറേജ് ശേഷിയെ ബൈറ്റ്സ് എന്ന അളവിലാണ് രേഖപ്പെടുത്തുന്നത്. താഴെ മെമ്മറി സ്റ്റോറേജ് യൂണിറ്റുകളെക്കുറിച്ചുള്ള വിശദീകരണമാണ്. നമ്പർ 1 ബിറ്റ്, ബൈനറി ഡിജിറ്റ്. ഒരു ബൈനറി ഡിജിറ്റ് ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൻ്റെ ഒരു ഘടകത്തിൻ്റെ പാസീവ് അല്ലെങ്കിൽ ആക്റ്റീവ് എന്ന നിലയിൽ പ്രതിനിധാനം ചെയ്യുന്ന ലോജിക്കൽ 0 അല്ലെങ്കിൽ 1 ആണ്. നമ്പർ 2 നിബിൾ 4. ബൈറ്റുകളുടെ ഒരു ഗ്രൂപ്പിനെ നിബിൾ എന്നാണ് വിളിക്കുന്നത്. നമ്പർ 3 ബൈറ്റ് 8. ബിറ്റുകളുടെ ഒരു ഗ്രൂപ്പിനെ ബൈറ്റ് എന്ന് വിളിക്കുന്നു. ഒരു ബൈറ്റ് ഒരു ഡാറ്റ ഐറ്റം അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ പ്രതിനിധാനം ചെയ്യുന്ന ഏറ്റവും ചെറിയ യൂണിറ്റാണ്. നമ്പർ 4 വേർഡ് ബൈറ്റ് പോലെ കമ്പ്യൂട്ടർ വേർഡ് ഒരു യൂണിറ്റായി പ്രോസസ്സ് ചെയ്യുന്ന നിശ്ചിത ബൈറ്റുകളുടെ ഒരു ഗ്രൂപ്പാണ്. ഇത് ഓരോ കമ്പ്യൂട്ടറിലും വ്യത്യാസപ്പെട്ടേക്കാം, പക്ഷേ ഓരോ കമ്പ്യൂട്ടറിലും നിശ്ചിതമായിരിക്കും. ഒരു കമ്പ്യൂട്ടർ വേർഡിൻ്റെ നീളം വേർഡ് സൈസ് അല്ലെങ്കിൽ വേർഡ് ലെങ്ത് എന്നാണ് വിളിക്കുന്നത്. നിബിൾ 1 നിബിൾ ഈസ് ഈക്വൽ ടു 4 ബൈറ്റ്സ്. ബൈറ്റ് 1 ബൈറ്റ് ഈസ് ഈക്വൽ ടു 8 ബിറ്റ്സ്. Kilobyte or KB. 1 KB is equal to 1024 bytes. Megabyte, MB. 1 MB is equal to 1024 KB. Gigabyte. 1 GB is equal to 1024 MB. Terabyte, TB. 1 TB is equal to 1024 GB. Petabyte, PB. 1 PB is equal to 1024 TB.